നമസ്കാരം, മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. ആലപ്പുഴയിൽ സെബാസ്റ്റ്യൻ എന്ന വ്യക്തിയുടെ പറമ്പിൽ നിന്നും അസ്ഥികൂട അവശിഷ്ടങ്ങൾ കത്തിയ നിലയിൽ കണ്ടെത്തിയ സംഭവവുമായി ബന്ധപ്പെട്ട് ഒരുപാട് ചോദ്യങ്ങളാണ് ഉയരുന്നത്. ആ അസ്ഥികൂടങ്ങൾ ആരുടേതാണ് എന്നതാണ് പ്രധാനമായും ഉയരുന്ന ചോദ്യം. ജൈനമ്മയുടേതാണോ, ബിന്ദു പത്മനാഭന്റേതാണോ? ചോദ്യം ശക്തമാണ്. ഈ സംഭവവുമായി ബന്ധപ്പെട്ട് കുറച്ച് വർഷം പിന്നിലേക്ക് പോകേണ്ടിയിരിക്കുന്നു. 2013 ബിന്ദു പത്മനാഭനെ കാണാനില്ല എന്ന് കാട്ടി കാണാതാകുന്നു. അത് 2013 ഓഗസ്റ്റ് മുതൽ ബിന്ദു പത്മനാഭനെ കാണാതാകുന്നു. കടക്കരപ്പള്ളി ആലുങ്കൽ സ്വദേശിയായിരുന്നു ബിന്ദു പത്മനാഭൻ. ഇവരെ കാണാനില്ല എന്ന് കാട്ടി 2017 ഈ ബിന്ദു പത്മനാഭന്റെ സഹോദരൻ പ്രവീൺ ചേർത്തല പോലീസിൽ പരാതി നൽകുന്നത്. ഇതിൽ ഒരു ആരോപണം ഉന്നയിച്ചിരുന്നത് സെബാസ്റ്റ്യനെതിരെയായിരുന്നു. അതായത് വസ്തു ഇടനിലക്കാരനായിരുന്നു സെബാസ്റ്റ്യൻ. ഈ ബിന്ദു പത്മനാഭന്റെ തിരോധാനത്തിന് പിന്നിൽ സെബാസ്റ്റ്യനാണ്. ഈ ബിന്ദു പത്മനാഭനും സെബാസ്റ്റ്യനും ഇടയിൽ ചില പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു. അപ്പോൾ അതുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും ആണോ എന്നൊരു ദുരൂഹതയൊക്കെ ഉള്ളതുകൊണ്ട് സെബാസ്റ്റ്യനെതിരെയാണ് ബിന്ദു പത്മനാഭന്റെ കുടുംബം അന്ന് പരാതി നൽകിയത്. പോലീസ് അന്വേഷണം നടത്തുന്നു. സെബാസ്റ്റ്യനെ ഒന്നാം പ്രതിയാക്കി കേസ് എടുക്കുകയും ചെയ്യുന്നു. പിന്നീട് കേസ് ക്രൈംബ്രാഞ്ചിന് വിട്ടു. കോട്ടയം ഏറ്റുമാനൂർ കോട്ടമുറി ജൈനമ്മയെ 2024 ഡിസംബർ 23 മുതൽ കാണാതാകുന്നു. 28 സഹോദരൻ സാവിയോ മാണിയും പിന്നീട് ഭർത്താവ് അപ്പച്ചനും പോലീസിൽ പരാതി നൽകുന്നു. അപ്പോൾ ഇപ്പോൾ ഈ മരിച്ചിരിക്കുന്നത് ജൈനമ്മയാണ് എന്നാണ് പോലീസിന്റെ അതായത് ഇപ്പോൾ കണ്ടെത്തിയിരിക്കുന്ന അസ്ഥികൂടം ജൈനമ്മയുടെ അതായിരിക്കാം എന്നാണ് പോലീസിന്റെ നിലവിലെ നിഗമനം. ആരുടേതാണ് എന്ന ചോദ്യം ബാക്കിയാവുകയാണ്. ഈ ജൈനമ്മയെ കാണാതാകുമ്പോൾ പോലീസ് അന്വേഷണം നടത്തുന്നു. ഈ അന്വേഷണത്തിൽ ഇവരുടെ ഫോണിന്റെ ടവർ ലൊക്കേഷൻ അവസാനമായി പള്ളിപ്പുറത്താണ് കണ്ടെത്തിയത്. ഇതേ തുടർന്നാണ് സെബാസ്റ്റ്യൻ ക്രൈംബ്രാഞ്ചിന്റെ നിരീക്ഷണത്തിലായത്. 3 മാസങ്ങൾക്ക് മുന്നേ കോട്ടയം ക്രൈംബ്രാഞ്ചിന്റെ നേതൃത്വത്തിൽ തെളിവെടുപ്പ് നടത്തി. അതിനടിസ്ഥാനത്തിൽ തിങ്കളാഴ്ച പറമ്പിലെ കുഴിയിൽ നിന്നും അസ്ഥി കഷ്ണങ്ങൾ കണ്ടെത്താനായി. കിട്ടിയ അസ്ഥി കഷ്ണങ്ങൾ ഫോറൻസിക് ലാബിൽ സൂക്ഷിക്കുമെന്ന് കോട്ടയം ക്രൈംബ്രാഞ്ച് വ്യക്തമാക്കിയിരുന്നു. എന്തായാലും 2 സ്ത്രീകളെ കാണാതായ കേസുകളിൽ 2 കേസുകളും അന്വേഷണം നടക്കുന്നതിനിടെയാണ് സെബാസ്റ്റ്യന്റെ പള്ളിപ്പുറത്തുള്ള വീട്ടിൽ നിന്നും മൃതദേഹ അവശിഷ്ടങ്ങൾ കിട്ടിയത്. അതായത് ഇപ്പോൾ ഈ കേസിലെ ജൈനമ്മയുടെ മൃതദേഹ അവശിഷ്ടങ്ങളാണ്, അസ്ഥികൂട അവശിഷ്ടങ്ങളാണ് കണ്ടെത്തിയതെന്നാണ് നിലവിലെ നിഗമനം. കാരണം ജൈനമ്മയുടെ അവസാന ഫോൺ ലൊക്കേഷനൊക്കെ ഈ പള്ളിപ്പുറത്താണ് കാണിച്ചിരിക്കുന്നത്. അപ്പോൾ ജൈനമ്മയെ സെബാസ്റ്റ്യൻ കൊലപ്പെടുത്തി കത്തിച്ചതാണോ എന്നതടക്കമുള്ള ചോദ്യങ്ങളൊക്കെ ഉയരുന്നുണ്ട്. സെബാസ്റ്റ്യൻ എന്തായാലും ഇപ്പോൾ കസ്റ്റഡിയിലാണ് എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. കോട്ടയം ഏറ്റുമാനൂർ സ്വദേശി ജൈനമ്മയുടേതാകാനാണ് കൂടുതൽ സാധ്യത എന്നാണ് ക്രൈംബ്രാഞ്ചിന്റെ നിലവിലെ നിഗമനം. ഈ ബിന്ദു പത്മനാഭനെ കാണാതായ പരാതി ഉണ്ടായ 2017 മുതൽ സെബാസ്റ്റ്യൻ വിവിധ അന്വേഷണ സംഘങ്ങളുടെ നിരീക്ഷണത്തിലായിരുന്നു. പലതവണ പോലീസും പിന്നീട് ക്രൈംബ്രാഞ്ചും സെബാസ്റ്റ്യന്റെ പള്ളിപ്പുറം ചെങ്ങന്തറയിൽ പരിശോധനകൾ നടത്തിയിരുന്നു. വീടിന്റെ പല ഭാഗത്തും കുഴിച്ചും വീടിനുള്ളിൽ പല രീതിയിൽ നടത്തിയ പരിശോധനകളിലൊന്നും തെളിവുകളൊന്നും കിട്ടിയില്ലായിരുന്നു. 2017 അവസാനം ഇയാളെ പോലീസ് പിടികൂടി ചോദ്യം ചെയ്തു. പക്ഷേ ഇയാൾ പരസ്പര വിരുദ്ധമായ മൊഴികൾ നൽകി. താൻ നുണപരിശോധനയ്ക്ക് വിധേയനാകില്ല എന്ന് അയാൾ പറഞ്ഞു. അതിനനുസരിച്ച് നുണപരിശോധന നടത്താൻ സാധിച്ചില്ല. എന്തായാലും പള്ളിപ്പുറത്ത് മൃതദേഹ ഭാഗങ്ങൾ കണ്ടെത്തിയ പുരയിടത്തിലെ വീടിനുള്ളിൽ രക്തക്കറയും കണ്ടെത്തിയിരിക്കുകയാണ്. വീടിനുള്ളിൽ വെച്ച് കൊലപ്പെടുത്തിയ ശേഷം പറമ്പിൽ കൊണ്ടുപോയി കത്തിച്ചതാണോ എന്നതടക്കമുള്ള ചോദ്യങ്ങളാണ് നിലവിൽ ഉയരുന്നത്. എന്തായാലും ഒരു വ്യക്തത വരേണ്ടതായിട്ടുണ്ട്. ദുരൂഹതകളൊക്കെ മാറേണ്ടതായിട്ടുണ്ട്. ഫോറൻസിക് വിരൽ അടയാള വിദഗ്ധരെല്ലാം വീട്ടിനുള്ളിൽ പരിശോധന നടത്തിയിട്ടുണ്ട്. ജൈനമ്മയുടെ ബന്ധുക്കളിൽ നിന്നും അവരുടെ ഈ DNA ടെസ്റ്റ് നടത്താനുള്ള നീക്കങ്ങളൊക്കെ നടക്കുന്നുണ്ട്. കഴിഞ്ഞ ദിവസവും ജൈനമ്മയുടെ ഫോണിൽ നിന്നും കോൾ എത്തിയിരുന്നു എന്നതാണ് ഏറ്റവും ശ്രദ്ധേയമായ കാര്യം. അതായത് ജൈനമ്മയെ കാണാതായിട്ട് ഒരുപാട് നാളായി. ഈ കാണാതായ ജൈനമ്മയുടെ ഫോണിൽ നിന്ന് കഴിഞ്ഞ ഞായറാഴ്ചയും സഹോദരിക്ക് കോൾ വന്നു. മിസ് കോൾ ആയിരുന്നു ഈ ജൈനമ്മയുടെ ഫോണിൽ നിന്നും എത്തിയത്. തുടർന്ന് ഇവർ വിവരം ക്രൈംബ്രാഞ്ചിനെ അറിയിച്ചു. സൈബർ സെല്ലിന്റെ സഹായത്തോടെ അന്വേഷണം നടത്തുന്നു. ഒടുവിൽ ടവർ ലൊക്കേഷൻ മേലുകാവിലാണെന്ന് കണ്ടെത്തുകയും ചെയ്തു. തുടർന്ന് അന്വേഷണ സംഘവും ബന്ധുക്കളും അന്വേഷണം നടത്തി. പക്ഷേ കൂടുതൽ വിവരമൊന്നും കണ്ടെത്താൻ സാധിച്ചില്ല. അന്വേഷണം വഴിതെറ്റിക്കുക, ജൈനമ്മ മേലുകാവ് ഭാഗത്തുണ്ടെന്ന് വിശ്വസിപ്പിക്കുക, ഈ ഒരു ലക്ഷ്യത്തോടെ സെബാസ്റ്റ്യന്റെ അറിവോടെയാണോ ഈ ഫോൺ വിളി ആസൂത്രണം ചെയ്തത്? അങ്ങനെ ഒരു സംശയം കൂടി നിലവിൽ അന്വേഷണ സംഘത്തിനുണ്ട്. എന്തായാലും ഒരുപാട് ദുരൂഹത, ഒരുപാട് സംശയങ്ങൾ ബാക്കി നിൽക്കുന്ന ഒരു സംഭവമായി മാറിയിരിക്കുന്നു. എല്ലാത്തിലും ഒരു വ്യക്തത വരട്ടെ. എന്താണ് സംഭവിച്ചതെന്ന് വേഗത്തിൽ തന്നെ കണ്ടെത്താൻ സാധിക്കട്ടെ. ചേർത്തലയിലെ വീട്ടുവളപ്പിൽ നിന്നാണ് കത്തിച്ച നിലയിൽ മൃതദേഹ അവശിഷ്ടങ്ങൾ കണ്ടെത്തിയത്. ചേർത്തല കടക്കരപ്പള്ളിയിൽ നിന്നും കാണാതായ ബിന്ദു, കോട്ടയം ഏറ്റുമാനൂരിൽ നിന്നും കാണാതായ ജൈനമ്മ എന്നീ കേസുകളിലെ ആരോപണ വിധേയനായ സെബാസ്റ്റ്യന്റെ വീട്ടുവളപ്പിൽ നിന്നാണ് ശരീരാവശിഷ്ടങ്ങൾ കണ്ടെത്തിയത്. അതാണ് ആശങ്ക കൂട്ടുന്നത്. മൃതദേഹം കൂടുതൽ അന്വേഷണത്തിനായി മാറ്റിയിട്ടുണ്ട്. ബിന്ദുവിന്റെ പേരിൽ ഇടപ്പള്ളിയിലെ ഭൂമി വ്യാജ പ്രമാണമുണ്ടാക്കി കൈമാറ്റി നടത്തി
നടത്തിയ കേസിലും പ്രതിയാണ് സെബാസ്റ്റ്യൻ. ബിന്ദുവിന്റെ തിരോധാനത്തിന് ശേഷം സെബാസ്റ്റ്യന്റെ ജീവിത പശ്ചാത്തലം മെച്ചപ്പെട്ടു. സാമ്പത്തികമായി പിന്നോക്കം നിന്നിരുന്ന സെബാസ്റ്റ്യൻ വൻതോതിൽ പണമുണ്ടായി. ഇതെല്ലാം നാട്ടുകാർ പറഞ്ഞതാണ്. അപ്പോൾ എന്താണ് സംഭവിച്ചത് എന്ന കാര്യത്തിൽ ഇനിയും ഒരു വ്യക്തത വരേണ്ടതായിട്ടുണ്ട്. ഈ രണ്ടു സ്ത്രീകളെയും ഇയാളാണോ കൊലപ്പെടുത്തിയത്, അപായപ്പെടുത്തിയത്, അല്ലെങ്കിൽ മറ്റെന്താണ് സംഭവിച്ചത്? അങ്ങനെ ഒരുപാട് ചോദ്യങ്ങൾ ബാക്കിയാവുകയാണ്. എല്ലാത്തിനും ഒരു വ്യക്തത കിട്ടേണ്ടതായിട്ടുണ്ട്. അന്വേഷണം പുരോഗമിക്കുകയാണ്. പലതവണ പോലീസും പിന്നീട് ക്രൈംബ്രാഞ്ചും സെബാസ്റ്റ്യന്റെ പള്ളിപ്പുറം ചെങ്ങന്തറയിൽ പരിശോധനകൾ നടത്തിയിരുന്നു. വീടിന്റെ പല ഭാഗത്തും കുഴിച്ചും വീടിനുള്ളിൽ പല രീതിയിലും നടത്തിയ പരിശോധന. പക്ഷെ അതിലൊന്നും വലിയ രീതിയിലുള്ള തെളിവുകളൊന്നും കിട്ടിയിരുന്നില്ല. 2017 അവസാനം ഇയാളെ പോലീസ് പിടികൂടി ചോദ്യം ചെയ്തെങ്കിലും ഇയാൾ പരസ്പര വിരുദ്ധമായ മൊഴികളായിരുന്നു നൽകിയത്. നുണ പരിശോധനയ്ക്ക് അനുമതി തേടി കോടതിയെ സമീപിച്ചപ്പോൾ അതും നടന്നില്ല. എന്തായാലും ഇപ്പോൾ പള്ളിപ്പുറത്ത് മൃതദേഹ ഭാഗങ്ങൾ കണ്ടെത്തിയ പുരയിടത്തിലെ വീടിനുള്ളിൽ രക്തക്കറയും കണ്ടെത്തിയിരിക്കുകയാണ്. ക്രൈംബ്രാഞ്ച് അന്വേഷണം ഊർജിതമാക്കിയിട്ടുണ്ട്. ഫോറൻസിക് വിരലടയാള വിദഗ്ധർ വീടിനുള്ളിൽ പരിശോധന നടത്തിയിട്ടുണ്ട്. മാത്രമല്ല ജൈനമ്മയുടെ ഫോൺ എവിടെയെന്ന ചോദ്യം ശക്തമാകുന്നുണ്ട്. ജൈനമ്മയെ കാണാതായിട്ട് ഒരുപാട് നാളാകുന്നു. അവരുടെ ഫോണിൽ നിന്ന് ഇപ്പോഴും കോൾ വന്നുകൊണ്ടിരിക്കുന്നു. അത് എങ്ങനെ സംഭവിക്കുന്നു? ആരാണ് വിളിക്കുന്നത്? ജൈനമ്മ തന്നെയാണോ വിളിക്കുന്നത്? എന്നതടക്കമുള്ള ചോദ്യങ്ങളൊക്കെ ശക്തമാണ്. എന്തായാലും ഈ രണ്ട് സ്ത്രീകൾക്കും എന്താണ് സംഭവിച്ചത്? സെബാസ്റ്റ്യൻ തന്നെയാണോ ഇവരെ രണ്ടുപേരെയും അപായപ്പെടുത്തിയത്? ചോദ്യങ്ങൾ ഒരുപാട് ഇങ്ങനെ ശക്തമായിക്കൊണ്ടിരിക്കുന്ന സാഹചര്യമാണ് ഉള്ളത്. ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത.